രാഗം മാത്ത് ഹബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വരാനിരിക്കുന്ന 10th ലെവൽ പ്രിലിംസ് പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിൽ പരിചയപ്പെടാം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ബോട്ട് ആൻഡ് സ്ട്രീം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ പ്രിലിംസ് പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് എളുപ്പത്തിൽ ഉത്തരത്തിലെത്തുക എന്ന് നോക്കാം. ഇവിടെ വെർട്ടിക്കലായിട്ട് വരച്ചിരിക്കുന്ന ഒരു ലൈനിൽ നമ്മൾ ബോട്ടിൻ്റെ വേഗതകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബോട്ടിൻ്റെ വേഗതകളാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ XYUD എന്നീ ലെറ്ററുകളാണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ലെറ്ററുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം പഠിക്കാം. ഇവിടെ ഈ ലൈനിൽ ഏറ്റവും നടുക്കായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് X ആണ്. ഏറ്റവും നടുക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് X ആണ്. എന്താണ് X? X എന്നാൽ നിശ്ചല ജലത്തിൽ ബോട്ടിന്റെ വേഗത. നടുക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് X ആണ്. എന്താണ് X? X എന്നാൽ നിശ്ചല ജലത്തിൽ, ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ ബോട്ടിന്റെ വേഗതയാണ് X. അപ്പോൾ നടുക്ക് മാർക്ക് ചെയ്തത് X ആണ്, നിശ്ചല ജലത്തിൽ ബോട്ടിന്റെ വേഗത. ഇനി എക്സിന് മുകളിലായിട്ട് Y മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ എക്സിന് താഴെയായിട്ടും Y മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സിന് മുകളിലും എക്സിന് താഴെയുമായി മാർക്ക് ചെയ്തിരിക്കുന്ന Y എന്നാൽ ഒഴുക്കു വെള്ളത്തിന്റെ വേഗത, ഒഴുകുന്ന വെള്ളത്തിന്റെ വേഗതയാണ് Y. അപ്പോൾ എക്സ് എന്നാൽ നിശ്ചല ജലത്തിൽ, ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ ബോട്ടിന്റെ വേഗത. Y എന്നാൽ ഒഴുക്ക് വെള്ളത്തിന്റെ വേഗത. അപ്പോൾ എക്സിന് മുകളിലായിട്ടും എക്സിന് താഴെയായിട്ടും Y മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് U ആണ്. ഏറ്റവും മുകളിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഏതാണ്? U ആണ്. എന്താണ് U? U എന്നാൽ അപ്സ്ട്രീം, അപ്സ്ട്രീം വേഗത. എന്താണ് അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ? ഒഴുക്കിന് എതിരായി ബോട്ട് പോകുമ്പോഴുള്ള വേഗതയാണ് അപ്സ്ട്രീം വേഗത എന്ന് പറയുന്നത്. എന്താണ് അപ്സ്ട്രീം വേഗത? അപ്പ്, മുകളിൽ. അപ്പോൾ അപ്സ്ട്രീം വേഗത മുകളിലാണ് മാർക്ക് ചെയ്യുന്നതെന്ന് പഠിക്കുക. യു അപ്സ്ട്രീം, അപ്പ് എന്നാൽ മുകളിൽ. അപ്പൊ മുകളിൽ മാർക്ക് ചെയ്യുന്നത് അപ്സ്ട്രീം വേഗതയാണ്. എന്താണ് അപ്സ്ട്രീം വേഗത? ഒഴുക്കിന് എതിരായി ബോട്ടിനുള്ള വേഗതയാണ് അപ്സ്ട്രീം വേഗത. മനസ്സിലായല്ലോ? അപ്പോൾ ഒഴുക്കിനെതിരെ ബോട്ടിനുള്ള വേഗത എവിടെയാണ് മാർക്ക് ചെയ്യുന്നത്? ഏറ്റവും മുകളിൽ. ഏറ്റവും താഴെയോ? ഏറ്റവും താഴെ ഡൗൺ, ഡൗൺ അല്ലെ? താഴെ എന്നുള്ളതിന് ഡൗൺ എന്നാ പറയുക. അപ്പൊ ഡൗൺ സ്ട്രീം. ഏറ്റവും താഴെ എന്താ മാർക്ക് ചെയ്യുന്നത്? ഡൗൺ സ്ട്രീം. എന്താ ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ? ഒഴുക്കിനൊപ്പം, ഒഴുക്കിന് അനുകൂലമായി ബോട്ടിന്റെ വേഗതയാണ് ഡൗൺ സ്ട്രീം വേഗത. മനസ്സിലായല്ലോ? എന്താണ്? ഒഴുക്കിന് അനുകൂലമായി അല്ലെങ്കിൽ ഒഴുക്കിനൊപ്പം ബോട്ടിന്റെ വേഗതയാണ് ഡൗൺ സ്ട്രീം വേഗത. അത് താഴെയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ വെർട്ടിക്കൽ ലൈനിൽ കാണിച്ചിരിക്കുന്ന ബോട്ടിന്റെ വേഗതകൾ, അതുപോലെ ഒഴുക്ക് വെള്ളത്തിന്റെ വേഗത, ഏതാണ് ലെറ്റർ, എവിടെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഒന്നുകൂടി പറയാം. നടുക്ക് മാർക്ക് ചെയ്യുന്നത് X, നടുക്ക് മാർക്ക് ചെയ്യുന്നത് X. എന്താ X? X എന്ന് പറഞ്ഞാൽ നിശ്ചല ജലത്തിൽ, ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ ഒരു ബോട്ട് പോകുമ്പോൾ ബോട്ടിനുള്ള വേഗതയാണ് X. എക്സിന്റെ മുകളിലായും എക്സിന്റെ താഴെയായും Y മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ് Y? Y എന്നാൽ ഒഴുക്ക് വെള്ളത്തിന്റെ വേഗത. Y എന്നാൽ എന്താണ്? ഒഴുക്ക് വെള്ളത്തിന്റെ വേഗത. ഏറ്റവും മുകളിലായിട്ട് U മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്സ്ട്രീം, ഒഴുക്കിന് എതിരായി ബോട്ടിന്റെ വേഗത. ഒഴുക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് ബോട്ട് പോകുമ്പോൾ ബോട്ടിനുള്ള വേഗതയാണ് എന്ത്? അപ്സ്ട്രീം വേഗത. അത് മുകളിലാണ് മാർക്ക് ചെയ്യുന്നത്. ഏറ്റവും താഴെ ഒഴുക്കിനൊപ്പം ബോട്ടിന്റെ വേഗത അല്ലെങ്കിൽ ഒഴുക്കിന് അനുകൂലമായി ബോട്ടിന്റെ വേഗത, അതാണ് ഡൗൺ സ്ട്രീം വേഗത. അത് താഴെ മാർക്ക് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ പറയാം. അപ്പോൾ നമ്മൾ നീന്തുവാണെന്ന് വിചാരിക്കുക. നമ്മൾ നീന്തുവാണ്, ഒഴുക്കില്ലാത്ത വെള്ളമാണ്. അതായത് ഒരു കുളത്തിലാണ് നീന്തുന്നതെന്ന് വിചാരിക്കുക, ഒഴുക്കില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് അനുസരിച്ചുള്ള വേഗത കിട്ടും അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ കാപ്പബിലിറ്റിക്ക് അനുസരിച്ചുള്ള വേഗത നമുക്ക് കിട്ടും. എവിടെ? ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ. ഒരു കുളത്തിൽ നമ്മൾ നീന്തുമ്പോൾ നമ്മുടെ കഴിവിനനുസരിച്ചുള്ള വേഗതയാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ഒഴുക്കുള്ള ഒരു പുഴയിലേക്ക് പോകുക എന്ന് വിചാരിക്കുക. ഒഴുക്കുള്ള പുഴയിലേക്ക് പോകുമ്പോൾ കുളത്തിൽ എന്ത് വേഗത കിട്ടിയോ അതല്ല നമുക്ക് കിട്ടുക. പിന്നെയോ നമ്മൾ ഒഴുക്കിന് കൂടെയാണ് നീന്തുന്നതെങ്കിൽ, ഒഴുക്കിന്റെ ഒപ്പമാണ് നീന്തുന്നതെങ്കിൽ നമുക്ക് നല്ല വേഗത കിട്ടും. കാരണം എന്താ? ഒഴുക്ക് നമ്മളെ ഒന്ന് തള്ളും അല്ലെ? ഒഴുക്കിന്റെ ഒരു ഫോഴ്സ് കൂടി നമുക്ക് കിട്ടും. അപ്പോൾ ഒഴുക്കിന്റെ കൂടെ നീന്തുമ്പോൾ നമുക്ക് എപ്പോഴും വേഗത കൂടുതലായിരിക്കും. ഇനി നമ്മൾ ഒഴുക്കിനെതിരെയാണ്
നേരെയാണ് നീന്തുന്നതെങ്കിലോ ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ നമുക്ക് വളരെ പ്രയാസമായിരിക്കും അല്ലേ. അപ്പോൾ ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് നീന്താൻ, അതായത് നമ്മുടെ വേഗത വളരെ കുറവായിരിക്കും. അപ്പോൾ ഒഴുക്കിനെതിരെ വേഗത കുറവായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. എന്താ പറഞ്ഞേ, നമ്മൾ ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ നമുക്കൊരു വേഗതയുണ്ട്, അതിനേക്കാളും വേഗത കുറവാണ് ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ, അതിനേക്കാൾ വേഗത വളരെ കൂടുതലാണ് ഒഴുക്കിനൊപ്പം നീന്തുമ്പോൾ. അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. ഇനി വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ പറ്റും. പ്രിലിംസുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിൻ്റെ വേഗത 9 km/h ആണ്. ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത 4 km/h ആണെങ്കിൽ ഒഴുക്കിനെതിരെ ബോട്ടിൻ്റെ വേഗത കാണുക. അപ്പോൾ ഇവിടെ തന്ന കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വെർട്ടിക്കൽ ലൈനിൽ നേരത്തെ പറഞ്ഞതുപോലെ മാർക്ക് ചെയ്യാം. ആദ്യം എന്താ തന്നിരിക്കുന്നത്, നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗത. നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗത എവിടെയാ മാർക്ക് ചെയ്യുക, അത് എക്സ് ആണ്, ഏറ്റവും നടുക്കാണ് മാർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എക്സ് എത്രയാ, 9. അപ്പോൾ എക്സിന് നേരെ 9 എന്ന് മാർക്ക് ചെയ്തു. ഇനി എന്താ തന്നിരിക്കുന്നത്, ഒഴുക്ക് വെള്ളത്തിന്റെ വേഗത. ഒഴുക്ക് വെള്ളത്തിന്റെ വേഗത എന്ന് പറഞ്ഞാൽ y ആണ്. ഒഴുക്ക് വെള്ളത്തിന്റെ വേഗത ഏതാ, y, വെള്ളം y. അപ്പോൾ ഒഴുക്ക് വെള്ളത്തിന്റെ വേഗത y നമുക്ക് മാർക്ക് ചെയ്യാം, 4 ആണ്. അപ്പോൾ 9, ഇത് 4. അപ്പോൾ താഴെയും y ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ y 4 മാർക്ക് ചെയ്താൽ നമുക്ക് ഈ y-യെയും നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം, 4 എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, തന്നിരിക്കുന്ന x, നിശ്ചല ജലത്തിൽ ബോട്ടിന്റെ വേഗത x മാർക്ക് ചെയ്തിട്ടുണ്ട് 9. അതുപോലെ ഒഴുക്ക് വെള്ളത്തിന്റെ വേഗത y മാർക്ക് ചെയ്തിട്ടുണ്ട് 4. ഇവിടെ എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്, നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഒഴുക്കിനെതിരെ ബോട്ടിന്റെ വേഗത. ഒഴുക്കിനെതിരെ വേഗത വളരെ കുറവായിരിക്കും എന്നല്ലേ പറഞ്ഞേ അല്ലേ. നമ്മൾ ഒഴുക്കിനെതിരെ നീന്തുമ്പോഴായാലും ബോട്ട് പോകുമ്പോഴായാലും വേഗത കുറയും, വേഗത കുറയും. അപ്പൊ നോക്കിയേ, നിശ്ചല ജലത്തിൽ 9 ഉണ്ട്, ഒഴുക്ക് വെള്ളത്തിന് വേഗത 4 ഉണ്ട്. ഒഴുക്ക് വെള്ളം നമ്മൾ അങ്ങോട്ട് ബോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 4 വേഗതയിൽ ഇങ്ങോട്ട് വെള്ളം വരുവാണ്, ഒഴുക്കിനെതിരെയാണ് ബോട്ട് പോകുന്നത് അല്ലേ. ഓപ്പോസിറ്റ് ആയിട്ട് വെള്ളം വരുമ്പോൾ വേഗത കുറയും. അപ്പോൾ 9-ൽ നിന്ന് 4 കുറയും. അപ്പോൾ 9-ൽ നിന്ന് 4 കുറക്കുക, 5 km/h. അപ്പോൾ ഒഴുക്കിനെതിരെ ബോട്ടിന്റെ വേഗത എത്രയാ, 5 km/h. 9-ൽ നിന്ന് 4 കുറക്കുക 5. ഒഴുക്കിനെതിരെ വേഗത വളരെ കുറവാണ്. അപ്പോൾ ഇത് 5 ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ ഒഴുക്കിനൊപ്പം ബോട്ടിന്റെ വേഗത ചോദിച്ചു എന്ന് വിചാരിക്കുക. ഒഴുക്കിനൊപ്പം വേഗത വളരെ കൂടുതലായിരിക്കും അല്ലേ. ഒഴുക്കിനൊപ്പം നമ്മൾക്ക് എന്താ, ബോട്ടിന്റെ വേഗതയുടെ കൂടെ വെള്ളത്തിന്റെ ഒരു ശക്തി കൂടി കിട്ടും. അപ്പോൾ വേഗത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഒഴുക്കിനൊപ്പമുള്ള വേഗതയാണ് ചോദിച്ചിരുന്നെങ്കിൽ 9-നോട് വെള്ളത്തിന്റെ വേഗത കൂട്ടിയാൽ മതി. 9ഉം 4ഉം 13. മനസ്സിലായല്ലോ. അപ്പോൾ ഒഴുക്കിനൊപ്പം വേഗത വളരെ കൂടുതലാണ്, എത്രയാ, 13. അപ്പോൾ നമുക്ക് ഈ വെർട്ടിക്കൽ ലൈൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരു പാറ്റേൺ. ഇവിടെ 5, ഇവിടെ വെള്ളത്തിന് 4. അപ്പോൾ 5ഉം 4ഉം 9 ഇവിടെ വരിക. 9ഉം ഈ 4 തന്നെയാണ് ഇവിടെയും. അപ്പോൾ 9ഉം 4ഉം 13 ഇവിടെ വരിക. താഴോട്ട് വേഗത ബോട്ടിന് കൂടിക്കൊണ്ടിരിക്കും. ഒഴുക്കിനെതിരെ 5 ഉള്ളൂ. നിശ്ചല ജലത്തിൽ ബോട്ടിന് 9 ഉണ്ട്, ഒഴുക്കിനൊപ്പം ബോട്ടിന് 13 വേഗതയുണ്ട്. അപ്പോൾ താഴോട്ട് ബോട്ടിന്റെ വേഗത കൂടിക്കൊണ്ടിരിക്കും. മുകളിലോട്ടാണെങ്കിലോ ബോട്ടിന്റെ വേഗത കുറഞ്ഞു വരും. 13, 9, 5 കുറഞ്ഞു വരും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഉത്തരം എഴുതുന്നത്. മനസ്സിലായല്ലോ. ഒഴുക്കിനെതിരെ ഒരു ബോട്ടിന്റെ വേഗത 5 km/h ഒഴുക്ക് വെള്ളത്തിന്റെ വേഗത 3.5 km/h ആണെങ്കിൽ ഒഴുക്കിന് ഒപ്പം ബോട്ടിന്റെ വേഗത കാണുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് ഈ വെർട്ടിക്കൽ ലൈനിൽ മാർക്ക് ചെയ്യാം. ആദ്യം തന്നിരിക്കുന്നത് ഒഴുക്കിനെതിരെ ബോട്ടിന്റെ വേഗതയാണ്. ഒഴുക്കിനെതിരെ ബോട്ടിന്റെ വേഗത എത്രയാ, 5. അതവിടെ മാർക്ക് ചെയ്തു. ഒഴുക്കിനെതിരെ ബോട്ടിന്റെ വേഗത 5 km/h. ഒഴുക്ക് വെള്ളത്തിന്റെ വേഗത 3.5 km/h എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഒഴുക്ക് വെള്ളത്തിന്റെ വേഗത 3.5 km/h. അപ്പോൾ നേരത്തെ പറഞ്ഞു താഴോട്ട് വേഗത ബോട്ടിന് കൂടിക്കൊണ്ടിരിക്കും. താഴോട്ട് ബോട്ടിന് വേഗത കൂടിക്കൊണ്ടിരിക്കും അല്ലേ. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്
ഒഴുക്കിനൊപ്പം ബോട്ടിന്റെ വേഗത d ആണ്. അപ്പൊ d ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഡൗൺ സ്ട്രീം വേഗത. അപ്പൊ എങ്ങനെ കിട്ടുക? താഴോട്ട് വേഗത കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ താഴോട്ട് വേഗത കൂട്ടി കൂട്ടി വരിക. അപ്പൊ 5 ആണ് ഒഴുക്കിനെതിരെ വേഗത. ഒഴുക്ക് വെള്ളത്തിന്റെ വേഗത 3.5. അപ്പൊ നിശ്ചല ജലത്തിൽ ബോട്ടിന്റെ വേഗത കിട്ടാൻ താഴോട്ട് കൂടി കൂടി വരും. അപ്പൊ 5ഉം 3.5ഉം തമ്മിൽ കൂട്ടുക 8.5 ആണ്. 8.5 ആണ് നിശ്ചല ജലത്തിൽ ബോട്ടിന്റെ വേഗത. അപ്പോൾ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഡൗൺ സ്ട്രീം വേഗതയാണ്. അപ്പോൾ കഴിഞ്ഞില്ല. അപ്പോൾ ഇവിടെ 8.5 നോക്കിയേ, ഇതും y ഒഴുക്ക് വെള്ളത്തിന്റെ വേഗതയാണ്. അപ്പോൾ ഈ 3.5 തന്നെയാണ് ഇവിടെയും നമ്മൾ എഴുതേണ്ടത് അല്ലേ? 3.5 തന്നെയാണ് ഒഴുക്ക് വെള്ളത്തിന്റെ വേഗത ഇവിടെയും എഴുതേണ്ടത്. അപ്പോൾ താഴെ ഡൗൺ സ്ട്രീം വേഗത കിട്ടാൻ, ഒഴുക്കിനൊപ്പം വേഗത കിട്ടാൻ ഈ 8.5ഉം 3.5ഉം വീണ്ടും കൂട്ടുക. 8ഉം 3ഉം 11, 0.5ഉം 1. അപ്പൊ എത്ര വരും? 12 km/h. എത്രയാണ്? 12 km/h. മനസ്സിലായല്ലോ? അപ്പൊ താഴോട്ട് വേഗത കിട്ടാൻ കൂട്ടി കൂട്ടി വരിക. കാരണം ഒഴുക്കിനൊപ്പം വേഗതയാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ 5ഉം 3.5ഉം ആദ്യം കൂട്ടി. അപ്പോൾ നിശ്ചല ജലത്തിൽ വേഗത 8.5 കിട്ടി. വീണ്ടും താഴെ ഡൗൺ സ്ട്രീം വേഗത കിട്ടാൻ ഈ വെള്ളത്തിന്റെ വേഗത ഇവിടെയും എഴുതുക. ഇതും ഒഴുക്ക് വെള്ളത്തിന്റെ വേഗത y ആണ്. ഈ 8.5ഉം 3.5ഉം വീണ്ടും കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 km/h. ഒഴുക്കിനൊപ്പം ബോട്ടിന്റെ വേഗത 12 km/h. ഒഴുക്കിനൊപ്പം ഒരു ബോട്ടിന്റെ വേഗം 13 km/h ഒഴുക്ക് വെള്ളത്തിന്റെ വേഗം 2.5 km/h ആണെങ്കിൽ ഒഴുക്കിനെതിരെ ബോട്ടിന്റെ വേഗത കാണുക. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മാർക്ക് ചെയ്യാം. ഒഴുക്കിനൊപ്പം ബോട്ടിന്റെ വേഗത ഡൗൺ സ്ട്രീം വേഗത. അപ്പോൾ ഏറ്റവും താഴെയാണ് മാർക്ക് ചെയ്യേണ്ടത് ഡൗൺ സ്ട്രീം വേഗത. 13 km/h ആണ് തന്നിരിക്കുന്നത്. 13 km/h. ഒഴുക്ക് വെള്ളത്തിന്റെ വേഗത തന്നിട്ടുണ്ട്. ഒഴുക്ക് വെള്ളത്തിന്റെ വേഗത എത്രയാന്നാ പറഞ്ഞേ? 2.5 km/h. അപ്പൊ അതും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒഴുക്ക് വെള്ളത്തിന്റെ വേഗത എത്രയാ? 2.5. മുകളിലേക്ക് പോകുമ്പോൾ വേഗത കുറഞ്ഞു കുറഞ്ഞു വരും. താഴോട്ട് വേഗത കൂടി കൂടി വരും. മുകളിലോട്ട് വേഗത കുറഞ്ഞു കുറഞ്ഞു വരും അല്ലേ? അപ്പൊ 13, 2.5. നിശ്ചല ജലത്തിൽ ബോട്ടിന്റെ വേഗത കിട്ടാൻ 13ൽ നിന്ന് 2.5 കുറക്കുക. മുകളിലോട്ട് കുറച്ച് പോകണം, താഴോട്ട് കൂട്ടി കൂട്ടി വരണം. അപ്പൊ 13ൽ നിന്ന് 2.5 കുറച്ചാൽ എത്ര? 13ൽ നിന്ന് 2 കുറച്ചാൽ 11. 1.5 കൂടി കുറച്ചാൽ 10.5. എത്രയാണ്? 10.5. അപ്പോൾ നിശ്ചല ജലത്തിൽ ബോട്ടിന്റെ വേഗത 10.5. എങ്ങനെ കിട്ടി? 13ൽ നിന്ന് 2.5 കുറച്ചു. ഇനി ഇവിടെ നമുക്ക് y എഴുതാം. y ഒഴുക്ക് വെള്ളത്തിന്റെ വേഗത താഴെ എഴുതിയത് തന്നെയാണ് ഇവിടെയും എഴുതേണ്ടത്. അപ്പോൾ 2.5 നമ്മൾ മുകളിലും എഴുതി. 2.5 ആണ് ഒഴുക്ക് വെള്ളത്തിന്റെ വേഗത. 2 സ്ഥലത്ത് y എഴുതാനുണ്ട്. അപ്പോൾ അവിടെ 2 സ്ഥലത്തും y 2.5 എഴുതി. നമുക്ക് കാണേണ്ടത് എന്താ? ഒഴുക്കിനെതിരെ ബോട്ടിന്റെ വേഗത. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒഴുക്കിനെതിരെ ബോട്ടിന്റെ വേഗത. ഒഴുക്കിനെതിരെ ബോട്ടിന്റെ വേഗത വളരെ കുറവായിരിക്കും. അപ്പോൾ ഏറ്റവും മുകളിലുള്ളത് കിട്ടാൻ വീണ്ടും കുറയ്ക്കുക. 10.5 ആണ് നിശ്ചല ജലത്തിൽ ബോട്ടിന്റെ വേഗത. ആ 10.5ൽ നിന്ന് 2.5 വീണ്ടും കുറയ്ക്കുക. മുകളിലോട്ട് കുറച്ച് കുറച്ച് പോകണം അല്ലേ? അപ്പോൾ 10.5ൽ നിന്ന് 2.5 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 8 km/h കിട്ടും. അപ്പോൾ 8 km/h ആണ് ഒഴുക്കിനെതിരെ ബോട്ടിന്റെ വേഗം. മനസ്സിലായല്ലോ? മുകളിലേക്ക് കുറച്ച് കുറച്ച് വന്നു. ആദ്യം നമ്മൾ 13ൽ നിന്ന് വെള്ളത്തിന്റെ വേഗത 2.5 കുറച്ചപ്പോൾ നിശ്ചല ജലത്തിലുള്ള വേഗത കിട്ടി 10.5. വീണ്ടും ഒഴുക്ക് വെള്ളത്തിന്റെ വേഗത 2.5. 10.5ൽ നിന്ന് 2.5 കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 8 km/h. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എത്രയാണ്? ഒഴുക്കിനെതിരെ ബോട്ടിന്റെ വേഗം 8 km/h. ഒഴുക്കിനെതിരെ ഒരു ബോട്ടിന്റെ വേഗം 6 km/h നിശ്ചല ജലത്തിൽ ബോട്ടിന്റെ വേഗം 10 km/h ആണെങ്കിൽ ഒഴുക്കിന് അനുകൂലമായി ബോട്ടിന്റെ വേഗത കാണുക. അപ്പോൾ ഇവിടെ നേരത്തെ ചെയ്തതുപോലെ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ മാർക്ക് ചെയ്യാം. ഒഴുക്കിനെതിരെ ബോട്ടിന്റെ വേഗം അപ്സ്ട്രീം വേഗത ഏറ്റവും മുകളിലാണ് മാർക്ക് ചെയ്യേണ്ടത്. 6 km/h. ഒഴുക്കിനെതിരെ വേഗത എത്രയാണ് ബോട്ടിന്? 6 km/h. ഇനി തന്നിരിക്കുന്നത് നിശ്ചല ജലത്തിൽ ബോട്ടിന്റെ വേഗം. നിശ്ചല ജലത്തിൽ ബോട്ടിന്റെ വേഗം നടുക്കാണ് മാർക്ക് ചെയ്യേണ്ടത് x. അത് തന്നിട്ടുണ്ട് 10 km/h ആണ്. അത് എത്രയാണ്? 10 km/h. നമ്മളോട് എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? ഒഴുക്കിന് അനുകൂലമായി ബോട്ടിന്റെ വേഗത അല്ലെങ്കിൽ ഒഴുക്കിനൊപ്പം ബോട്ടിന്റെ വേഗത.
അപ്പോൾ ഡൗൺ സ്ട്രീം വേഗത ഏറ്റവും താഴെ മാർക്ക് ചെയ്തിരിക്കുന്ന വേഗതയാണ് കാണേണ്ടത്, ഡൗൺ സ്ട്രീം വേഗത. ഓക്കെ, അപ്പോൾ താഴോട്ട് നമ്മൾ പറഞ്ഞു വേഗത കൂടി വരും. അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് ഇവിടെ അപ്സ്ട്രീം ഒഴുക്കിനെതിരെ 6 എന്ന് തന്നിട്ടുണ്ട്, നിശ്ചല ജലത്തിൽ 10 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒഴുക്ക് വെള്ളത്തിന്റെ വേഗത കിട്ടാൻ ഈ 6ന്റെയും 10ന്റെയും വ്യത്യാസം എടുക്കുക. 6ന്റെയും 10ന്റെയും വ്യത്യാസം 4. അപ്പൊ നമ്മൾ ഒഴുക്ക് വെള്ളത്തിന്റെ വേഗത കണ്ടുപിടിച്ചു. 6ന്റെയും 10ന്റെയും വ്യത്യാസം എടുക്കുക, എത്രയാ? 4. അപ്പൊ നോക്കിയേ, താഴോട്ട് കൂടി വരുമെന്നല്ലേ പറഞ്ഞേ? അപ്പോൾ കറക്റ്റ് അല്ലേ? 6ഉം 4ഉം ആണ് 10. 6ഉം 4ഉം 10 താഴോട്ട് കൂടി വരും. അപ്പോൾ ഇവിടെ ഒഴുക്ക് വെള്ളത്തിന് 4 എന്ന് വേഗത കിട്ടി. അപ്പോൾ താഴെയും മാർക്ക് ചെയ്യേണ്ടത് 4 ആണ്. ഇവിടെയും ഒഴുക്ക് വെള്ളത്തിന്റെ വേഗത തന്നെയാണ്, 4 മാർക്ക് ചെയ്തു. ഇനി ഒഴുക്കിനൊപ്പം ബോട്ടിന്റെ വേഗത കിട്ടാൻ ഈ 10ഉം 4ഉം വീണ്ടും കൂട്ടുക, 14 km/h. അപ്പോൾ താഴോട്ട് കൂടി വരും. അപ്പോൾ 10ഉം 4ഉം വീണ്ടും കൂട്ടുക. അപ്പോൾ നമുക്ക് ഒഴുക്കിനൊപ്പം അല്ലെങ്കിൽ ഒഴുക്കിന് അനുകൂലമായി ബോട്ടിന്റെ വേഗത എത്ര കിട്ടും? 14 km/h. പുഴയിൽ ഒഴുക്കിനെതിരെ ഒരു ബോട്ട് 8 km/hലും ഒഴുക്കിന് അനുകൂലമായി അതിലിരട്ടി വേഗതയിലും സഞ്ചരിച്ചാൽ നിശ്ചല ജലത്തിൽ ബോട്ടിന്റെ വേഗത കാണുക. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. എന്താ പറഞ്ഞിരിക്കുന്നത്? പുഴയിൽ ഒഴുക്കിനെതിരെ ബോട്ടിന്റെ വേഗത 8 km/h ആണ്. ഒഴുക്കിനെതിരെ ബോട്ടിന്റെ വേഗത 8. ഇനി പറഞ്ഞിരിക്കുന്നത് ഒഴുക്കിന് അനുകൂലമായി അതിലിരട്ടി വേഗത. ഒഴുക്കിന് അനുകൂലമായി പോകുമ്പോൾ അതിന്റെ ഇരട്ടി വേഗത. അവിടെ 8 ആണെങ്കിൽ ഇവിടെ എത്രയാ? 8ന്റെ ഇരട്ടി 16. ഒഴുക്കിനൊപ്പം ഒഴുക്കിന് അനുകൂലമായി വേഗത കൂടുതലാണ്, അത് ഇതിന്റെ ഇരട്ടിയാണ്. ഒഴുക്കിനെതിരെയുള്ള 8ന്റെ ഇരട്ടിയാണ്. അപ്പോൾ ഇവിടെ 16. ഇനി എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? നിശ്ചല ജലത്തിൽ ബോട്ടിന്റെ വേഗത. നിശ്ചല ജലത്തിൽ ബോട്ടിന്റെ വേഗത ഇവിടെ നടുക്കാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ? X ആണ്, ഏറ്റവും നടുക്കാണ്. അപ്പോൾ നടുക്കുള്ള വില കിട്ടാൻ ഈ 8ന്റെയും 16ന്റെയും ആവറേജ് ശരാശരി കാണുക. അപ്പോൾ നടുക്കുള്ളത് കിട്ടാൻ ശരാശരി എന്ന് പറഞ്ഞാൽ നടുക്കല്ലേ? അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക? 8ന്റെയും 16ന്റെയും ആവറേജ് ശരാശരി കണ്ടാൽ നടുക്കുള്ള X നിശ്ചല ജലത്തിൽ ബോട്ടിന്റെ വേഗത കിട്ടും. അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. 8ന്റെയും 16ന്റെ ആവറേജ് എന്ന് പറയുമ്പോൾ 8ഉം 16ഉം തമ്മിൽ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കുക. 8ഉം 16ഉം കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ അപ്സ്ട്രീം വേഗതയും ഡൗൺ സ്ട്രീം വേഗതയും കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ നിശ്ചല ജലത്തിൽ ബോട്ടിന്റെ വേഗത നമുക്ക് കിട്ടും. അപ്പോൾ 8ഉം 16ഉം കൂട്ടിയ 24. 24നെ 2 കൊണ്ട് ഹരിച്ചാൽ 12 km/h എന്ന് കിട്ടും. അതായത് നിശ്ചല ജലത്തിൽ ബോട്ടിന്റെ വേഗത എത്ര? 12 km/h. ഇനി y കാണാൻ പറഞ്ഞു എന്ന് വിചാരിക്ക്. നമ്മളോട് ഒഴുക്ക് വെള്ളത്തിന്റെ വേഗത y കാണാൻ പറഞ്ഞാൽ സിമ്പിൾ അല്ലേ? എന്താ ചെയ്യണ്ടേ? നോക്കിയേ, മുകളിൽ 8, ഇവിടെ നടുക്ക് 12. അപ്പോൾ ഒഴുക്ക് വെള്ളത്തിന്റെ വേഗത y കിട്ടാൻ 8ന്റെയും 12ന്റെയും വ്യത്യാസം എടുക്കുക, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ. അപ്പോൾ 8ന്റെയും 12ന്റെയും വ്യത്യാസം എത്ര? 4 km/h. അപ്പോൾ ഇവിടെ ഒഴുക്ക് വെള്ളത്തിന്റെ വേഗത എത്രയാണ്? 4 km/h. പക്ഷേ ഈ ചോദ്യത്തിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നിശ്ചല ജലത്തിലുള്ള വേഗത കാണാനാണ്. അപ്പോൾ ഉത്തരം എത്രയാ? 12 km/h. ഇനിയിപ്പോൾ ഒഴുക്ക് വെള്ളത്തിന്റെ വേഗതയാ ചോദിച്ചിരുന്നെങ്കിൽ ഉത്തരം എത്ര എഴുതണം? 4 km/h. അപ്പോൾ മനസ്സിലായല്ലോ ചെയ്തത്. ബോട്ട് ആൻഡ് സ്ട്രീം എന്ന ടോപ്പിക്കിൽ മുൻകാലങ്ങളിൽ പ്രിലിംസ് പരീക്ഷകൾക്ക് വന്ന ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്തത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ നന്നായിട്ട് പഠിക്കുക, ബേസ് ലെവലിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.